ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിയിൽ ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തി റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ബഹുജന പ്രക്ഷോഭത്തിന് കളമൊരുങ്ങിയത്. വിഷയത്തിൽ സമാന മനസ്സുള്ളവരെ പങ്കെടുപ്പിച്ച് അടിമാലിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന സത്യാഗ്രഹ സമരം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെയാണ് MLA കണ്ടതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അതിനിടയ്ക്ക് ഇടതുപക്ഷ നേതാക്കന്മാർ സർവകക്ഷി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ വിളിച്ചു ചേർത്തല്ലോ. എവിടെയാണ് നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള മറുപടി? ഇവിടെ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കും ഇവിടുത്തെ MLA-ക്കും ഈ നാടിനോട് മാന്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടിച്ചേർന്ന് ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ഈ നാടിനോടുള്ള വഞ്ചനാപരമായ സമീപനത്തിൽ ചുട്ട മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ നാടിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്രത്തോളം നിങ്ങളെ അപമാനിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടോ? പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദേശീയപാത സംരക്ഷണ സമിതി നേതാക്കൾ, കോൺഗ്രസ് UDF നേതാക്കൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.